നമസ്കാരം. രാവിലെ നമുക്ക് കുറച്ച് അത്യാധുനികമായ ഇംഗ്ലീഷ് കേൾക്കാം. Government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit in Karnataka city regarding this how many of them? So the government. So because why did here? Why only the pure? Why only the pure? Why only the pure? So you have. ഇതെന്തോന്ന് കർണാടക സംഗീതം ഈ ഊ എന്നൊക്കെ വെച്ചുകൊണ്ട് വളരെ ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ് ആ മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. സർക്കാർ, അതായത് കർണാടക സർക്കാർ പറയുന്നു ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ് എന്നവർക്ക് ഉറപ്പുണ്ട്. രേഖകളെല്ലാം പ്രകാരം സർക്കാർ ഭൂമിയാണ്. അതുകൊണ്ടാണ് അവിടെ ഈ ഒഴിപ്പിക്കൽ നടപടി നടത്തിയത് എന്നാണ്. അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായമാണ് ഈ എ റഹീം എന്ന CPMൻ്റെ രാജ്യസഭാ MP ചോദിച്ചത്. ഇയാളത് തടയാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് വലിയ വീഡിയോ ഗെയിമൊക്കെ കളിക്കും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് കർണാടക സംഗീതത്തിൻ്റെ രൂപത്തിൽ നമ്മളിപ്പോൾ കേട്ടത്. ഇനി കർണാടകമായതുകൊണ്ട് കർണാടക സംഗീതം തന്നെ പറഞ്ഞതാണോ എന്നറിയില്ല. അപ്പോൾ നിങ്ങൾ ചിലർ വിചാരിക്കും ഈ ഭാഷ ഇംഗ്ലീഷ് അറിയാത്തത് ഒരു കുറ്റമാണോ, കുറവൊന്നും അല്ലല്ലോ എന്നൊക്കെ ചിലർ വിചാരിക്കും. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് അറിയാത്തത് ഒരു കുറ്റമോ കുറവോ ഒന്നും അല്ല. അതൊരു സാധാരണ വ്യക്തിയാണെങ്കിൽ, അതായത് അത്യാവശ്യം മാത്രം വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനാണ് എങ്കിൽ ഇംഗ്ലീഷ് അറിയണമെന്നില്ല. ഇതുപോലെ സംസാരിക്കാൻ, ഇതുപോലെയല്ല, നന്നായിട്ട് സംസാരിക്കാൻ അറിയണമെന്നില്ല. അപ്പോൾ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എ റഹീമിൻ്റെ പ്രബുദ്ധ കേരളത്തിലെ വിദ്യാഭ്യാസ യോഗ്യതകൾ കൂടി അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ വണ്ടി പിടിച്ച് എന്ന് അയാളെ തെറി വിളിച്ചേക്കും. എന്തൊക്കെയാണ് അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്നറിയാമോ? ഇവിടെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ അയാൾക്ക് MA ഉണ്ട്. ഇസ്ലാമിക് ഹിസ്റ്ററി. ഓർക്കുക, അയാൾ ഇസ്ലാം നാമധാരിയാണ്. എന്നിട്ടും അയാൾ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ MA എടുത്തു. നല്ല കാര്യം. അടുത്തത് LLB ഉണ്ട്. അയാൾക്ക് നിയമബിരുദമുണ്ട്. അതെവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്തെ ലോ അക്കാദമി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഇടതുപക്ഷക്കാർക്കും ചില വലതുപക്ഷക്കാർക്കും ഇതേപോലെ LLB കൊടുക്കാൻ വേണ്ടി മാത്രമാണോ അതവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ആരെങ്കിലും ചോദിച്ചാലും തെറ്റ് പറയാനാവില്ല. ആരാണ് അത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പാചകക്കാരി ലക്ഷ്മി നായരാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പിതാവായിട്ട് തുടങ്ങി വെച്ച ഒരു സംരംഭമാണത്. അപ്പോൾ അവിടെ നിന്നുള്ള LLB ഉണ്ട്. അതുകൂടാതെ അടുത്തത് ഒരു പുതിയ അറിവായിരുന്നു എനിക്ക്. ജേർണലിസത്തിൽ ഡിപ്ലോമയുണ്ടോ നമ്മുടെ ഈ എ റഹീം എന്ന സോഷ്യൽ മീഡിയ ലുട്ടാപ്പി റഹീം എന്ന് വിളിക്കുന്ന ഈ മഹാന് ജേർണലിസത്തിൽ ഡിപ്ലോമയുണ്ട്. ജേർണലിസത്തിൽ ഡിപ്ലോമ എടുത്ത ഒരാളോടാണ് മൈക്കും പിടിച്ചുകൊണ്ട് മറ്റൊരു ജേർണലിസ്റ്റ് ചോദ്യം ചോദിക്കുകയും അതിൻ്റെ മുന്നിൽ കിടന്ന് ഇയാൾ ബബ്ബ അടിക്കുകയും ചെയ്യുന്ന കാഴ്ച, വളരെ ദയനീയമായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം ഇത് പുറത്തു വന്നതിന് ശേഷം ബാംഗ്ലൂരിലാണ് നടന്നത്. മലയാളികളൊക്കെ നാട് വിട്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മലയാളികളെ ഒന്നടങ്കം നാണം കെടുത്തി കളഞ്ഞു. രാജ്യത്ത് തന്നെ ഒന്നാമതാണ്, ലോകത്ത് മാതൃകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളും വിദ്യാഭ്യാസ നിലവാരവും എന്നൊക്കെയാണ് ഇവിടെ എല്ലാവരും തള്ളിമറിക്കുന്നത്. ഇവിടെ എന്തൊക്കെ വകുപ്പുകളാണെന്ന് നോക്കൂ. സാധാരണ വിദ്യാഭ്യാസത്തിന് ഒരു മന്ത്രി V ശിവൻകുട്ടി, ഉന്നത വിദ്യാഭ്യാസത്തിന് വേറൊരു മന്ത്രി R ബിന്ദു. അങ്ങനെ 2 മന്ത്രിമാരാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം ഇവിടെ നിലകൊള്ളുന്നത്. എന്നിട്ടും ഇവിടുത്തെ അവസ്ഥ ഇതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. അപ്പോൾ മറ്റാരെങ്കിലും ഭരിച്ചുകൊണ്ടിരുന്ന കാലത്തെ വിദ്യാഭ്യാസം താഴ്ന്നതുകൊണ്ടാണോ എ റഹീമിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരുടെ അറിവിലേക്ക് മാറി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവും മാത്രമാണ്. 5 വർഷം ഇടതുപക്ഷം, 5 വർഷം വലതുപക്ഷം, പിന്നെ ഇത് ആദ്യമായിട്ട് പിണറായി വിജയൻ 10 വർഷം തയ്ക്കാൻ പോകുന്നത് തുടർച്ചയായിട്ട്. അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. മറ്റെവിടെയെങ്കിലും പോയാൽ, കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഇവരോടൊക്കെ നമുക്കിനി റിക്വസ്റ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു. ദയവ് ചെയ്ത് വാ തുറക്കരുത്. വാ തുറന്ന് നമ്മളെ നാണം കെടുത്തരുത്. ഇതിനകത്തെ മറ്റൊരു സൈഡാണെങ്കിൽ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരൊന്നും പറയാത്തൊരു കാര്യം, അവരൊന്നും ആ ഭാഗത്തേക്ക് ചർച്ച പോലും കൊണ്ടുപോകാത്തൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇത് ബാംഗ്ലൂരിലാണല്ലോ നടന്നത്. 6 ഏക്കർ സ്ഥലം സർക്കാർ ഒഴിപ്പിച്ചെടുത്തു എന്നാണ് പറയുന്നത്. 6 ഏക്കറോ അതിൽ കൂടുതലോ ആണെന്ന് തോന്നുന്നു. ബഹുഭൂരിപക്ഷവും ബംഗ്ലാദേശി റോഹിംഗ്യൻ ടീമാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ടാണല്ലോ എ റഹീമിനും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കും നൊന്തത്.
നോവുമല്ലോ. അവർക്ക് രേഖകളും മറ്റും ഒന്നുമില്ല, ആധാർ പോലും ഇല്ല എന്നാണ് പറയുന്നത്. അതെല്ലാം ഈ ഇടിച്ചു പൊളിക്കലിൽ നഷ്ടപ്പെട്ടു പോയെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് തിരിച്ച് ചോദിക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ ആധാർ രേഖ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു പേപ്പർ കഷ്ണം പോലും വേണമെന്നില്ല. ഇത് മതി, തമ്പ് കൊണ്ട് പ്രസ് ചെയ്താൽ നമുക്ക് ആധാർ ഉള്ളതാണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഇനി അതുപോലുള്ള പുതിയ തിരിച്ചറിയൽ കാർഡൊക്കെ വരുന്നുണ്ട്. ഒരു പക്ഷേ അത്യാധുനികമായിട്ടുള്ള സംവിധാനമായിരിക്കാം, ഇന്ത്യക്കാരനാണോ പുറത്തുള്ളവനാണോ എന്നറിയാൻ പാകത്തിലുള്ള കാർഡുകൾ ഭാവിയിൽ വന്നേക്കാം. അത് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ നോക്കൂ, രേഖകളൊന്നുമില്ല, ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് സ്ഥാപിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ഇനി അഥവാ അവർ ഇന്ത്യക്കാരല്ലെങ്കിലും പാവങ്ങളല്ലേ, മാനുഷിക പരിഗണന വെച്ച് ഇവിടെ താമസിപ്പിക്കാമെന്ന് പറയുന്നവർ ഇത് ആദ്യം പോയി പറയേണ്ടത് സൗദി അറേബ്യയോടാണ്. നമ്മുടെ വിചാരം അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ അവരുടെ രാജ്യത്തു നിന്ന് നാട് കടത്തിയത് എന്നാണ്. അല്ല, ഒന്നാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ്. അപ്പോൾ സൗദിയൊക്കെ ഒരു മാനുഷിക പരിഗണനയും ഇല്ലാതാണ് അവരുടെ രാജ്യക്കാരല്ലാത്തവരെ വിസയോ പാസ്പോർട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും രേഖകളില്ലാതെ അവിടെ കഴിയുന്നവരെ ഒരു ദാക്ഷിണ്യമില്ലാതെ പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോൾ സകല വേസ്റ്റുകളെയും നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? സൗകര്യമില്ല എന്ന് ജനങ്ങളാണ് പറയേണ്ടത്. മനസ്സിലായി? ഇവർ പറയും, അവരുടെ നിലനിൽപ്പാണ്. അവരെ കൊണ്ട് തിരുത്തിക്കേണ്ടത് നമ്മളാണ്. അതെങ്ങനെയാണ് തിരുത്തിക്കേണ്ടത് ചോദിച്ചാൽ ഇതാണ്, വോട്ടിലൂടെയാണ് നമ്മളത് തിരുത്തിക്കേണ്ടത്. ആ വോട്ടിലൂടെ തിരുത്തിക്കാത്തതുകൊണ്ടാണ് ഇവർ ഓടി അവിടെ ചെന്ന് കരയുന്നത്. ഇനി ഞാൻ ചോദിക്കാൻ വന്ന ചോദ്യത്തിലേക്ക് ഇതുവരെ വന്നില്ല. ഇതേ സ്ഥലത്ത് ഈ മുസ്ലിം നാമധാരികൾ ബംഗ്ലാദേശിൽ നിന്നും മറ്റും വലിഞ്ഞു കയറി വന്ന ഈ മുസ്ലിം നാമധാരികളായ ഇവരുടെ ഭാഷയിലെ പാവങ്ങളല്ലായിരുന്നു, കുറച്ച് ബ്രാഹ്മണരായിരുന്നു താമസിച്ചിരുന്നത്. ഫോർ എക്സാമ്പിൾ, അവിടെ കുറച്ച് ബ്രാഹ്മണരായിരുന്നു കുടിയേറി താമസിച്ചത്. കർണാടക സർക്കാർ അവരെ കുടിയൊഴിപ്പിക്കൽ നടത്തി, വീടുകൾ ഇടിച്ചു പൊളിച്ചു. എത്ര MP-മാർ അവിടെ പോവും ആ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ? ഏതെങ്കിലും മുസ്ലിം ലീഗ് നേതാവ് പോവോ? റഹീം പോവോ? പിണറായി വിജയൻ അതിനെ എതിർത്തുകൊണ്ട് പോസ്റ്റ് ഇടുമോ? പോസ്റ്റ് ഇട്ടാലും അതിനെയും തള്ളിക്കൊണ്ട് DK ശിവകുമാർ എന്ന കർണാടക ഉപമുഖ്യമന്ത്രി മറുപടി കൊടുക്കുമോ? ഇതൊന്നും അവിടെ സംഭവിക്കില്ല. ആ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല. അവരിറങ്ങി പോകേണ്ടവരും അവർ പിന്നീട് ജീവിക്കുന്നോ മരിക്കുന്നോ എന്നൊന്നും ആരും അന്വേഷിക്കില്ല. അത് സർക്കാർ നടപടിയല്ലേ, അതിൻ്റെ വഴി പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കും. പക്ഷേ ഇവിടെ ഞമ്മൻ്റെ ആളായതുകൊണ്ട് മാത്രമാണ് റഹീമിനെ നൊന്തത്. റഹീം 2-3 ദിവസമായിട്ട് അവിടെ കിടന്നുകൊണ്ട് അഭ്യാസം കാണിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ ഈ ഇംഗ്ലീഷ് പറച്ചിലോടുകൂടി അയാളുടെ സ്ഥിരം വാസസ്ഥലമായിട്ടുള്ള ശൂന്യാവസ്ഥയ്ക്ക് പോയിട്ടുണ്ട്. വേറെയും കുറേ മുസ്ലിം ലീഗ് നേതാക്കൾ അവിടേക്ക് പോയിട്ടുണ്ട്. അവരോടൊക്കെ ഒറ്റ അഭ്യർത്ഥനയുള്ളൂ, വല്ല മലയാളം മീഡിയയുടെ ആൾക്കാരുണ്ടെങ്കിൽ ആ മൈക്കിൽ എഴുതിയിരിക്കുന്ന ആ സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ പേര് നോക്കിയിട്ട് നിങ്ങൾ മറുപടി കൊടുക്കുക. ഇംഗ്ലീഷിനോടോ ഹിന്ദി ചാനലുകളോടോ മറുപടി കൊടുത്ത് ദയവായിട്ട് ഇനിയും മലയാളികളെ അപമാനിക്കരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും അത്. മറ്റൊന്നും നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. മികച്ച ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നിങ്ങൾ പ്രവർത്തനം നടത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളൊക്കെ ഞമ്മൻ്റെ ആളുകൾക്ക് വേണ്ടി മാത്രം ജനപ്രതിനിധിയായിരിക്കുന്ന ആളുകളാണ്, പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് പതുക്കെ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ അറിയാം. അത് മാറണം, മാറ്റേണ്ടത് നമ്മളാണ്. ഇതുപോലുള്ള കാര്യം മറ്റൊരു സംസ്ഥാനത്ത് ചെന്നാലും അവരുടെ ആഭ്യന്തര വിഷയത്തിലേക്ക് തലയിടാൻ വേണ്ടി ഇവിടുന്ന് ഒരുത്തരും നാളെ ഓടി പോവാതിരിക്കാൻ വേണ്ടി അവരെ നമ്മളാണ് വരച്ച വരയിൽ നിർത്തേണ്ടത്. ഇതുപോലുള്ളവരെ ജയിപ്പിച്ച് വിടാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അവിടെ ഇടതുപക്ഷമോ വലതുപക്ഷമോ BJPയോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് വരും തലമുറ ഇവിടെ ജീവിക്കണമെങ്കിൽ, നമ്മുടെയൊക്കെ അടുത്ത തലമുറ ഇവിടെ ജീവിക്കണമെങ്കിൽ വലിഞ്ഞു കയറി വരുന്നവർ ഇവിടുത്തെ വിഭവങ്ങൾ, നമ്മുടെ സ്ഥലങ്ങൾ അപഹരിക്കാതിരിക്കണം. ഓടിക്കേണ്ടവരെ ഓടിക്കണം. എന്തിനാണ് പിന്നെ അതിർത്തിയും പട്ടാളവുമൊക്കെ? നമ്മൾ ഓരോ ദിവസവും കോടാനുകോടികൾ ചെലവിട്ടുകൊണ്ട് ഇവിടെ നമ്മുടെ 3 സേനകളെയും മറ്റ് സംവിധാനങ്ങളും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. എന്തിനാണ്? ഇതിനകത്തുള്ള ആളുകൾക്ക് സുരക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും വേണ്ടെങ്കിൽ പിന്നെ ഈ പട്ടാളത്തിൻ്റെ ആവശ്യമില്ല, തുടർന്ന് വളർത്തിയിട്ടാൽ കൊടുത്താൽ പോരെ. എന്തിനാണ്? അയ്യോ പാവങ്ങളാണ് കയറിക്കോട്ടെ എന്നങ്ങ് വിചാരിച്ച പോരെ. അത് പറ്റില്ല. സൗദി ചെയ്യാറില്ല, അമേരിക്ക ചെയ്യാറില്ല, ലോകത്തൊരു രാജ്യം അങ്ങനെ ചെയ്യാറില്ല. എല്ലാ രാജ്യങ്ങൾക്കും അതിർത്തിയുണ്ട്. അതിർത്തി ഇല്ല എങ്കിൽ സമാനമായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഇടങ്ങളിൽ മാത്രമേ അതിർത്തി ഇല്ലാതെ വരുന്നുള്ളൂ. അതും വളരെ അപൂർവം മാത്രമാണ്. ഇന്ത്യക്ക് അതിർത്തി വേണം. തീർച്ചയായിട്ടും ഇന്ത്യക്കകത്ത് താമസിക്കേണ്ടത് ഇന്ത്യക്കാരായിട്ടുള്ളവരായിരിക്കണം. പുറത്തുനിന്നുള്ളവർ പുറത്തു പോവുക തന്നെ വേണം. അവിടെ ഞമ്മൻ്റെ ആളാണ്, പാവങ്ങളാണ്, അവരവിടെ താമസിച്ചോട്ടെ, ഇന്ത്യൻ പൗരത്വം കൊടുത്തോട്ടെ എന്ന് പറയുന്നവർ ഒരു കാര്യത്തിന് മറുപടി പറയണം. CAA എന്നൊരു പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കിയപ്പോൾ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള പാവം
ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൈനനും ബുദ്ധനുമൊക്കെ പൗരത്വം കൊടുക്കാൻ, അതും 5 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. അതിനുവേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെ എതിർത്തവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് പാവങ്ങളാണ് അവരിവിടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാനുള്ള അടിസ്ഥാന യോഗ്യത പോലും ഇല്ലാത്ത മനുഷ്യത്വ വിരുദ്ധരായിട്ടുള്ളവരാണ് നിങ്ങൾ, എ റഹീമും മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും. അതുകൊണ്ട് അഭ്യാസം 4 മടക്കി ചുരുട്ടി കോണാട്ട് പ്ലേസിലേക്ക് വെച്ചാൽ മതി, ഇന്ത്യയിൽ ഇറക്കണ്ട.